ഹായ്, എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഡോറ കേക്കാണ്. അത് നമ്മുടെ ഓറിയോ കുക്കി വെച്ചിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കാൻ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഡോറ കേക്ക് തയ്യാറാക്കാൻ ആദ്യം വേണ്ടത് ഓറിയോ കുക്കീസ് തന്നെയാണ്. അതിൻ്റെ ബിസ്ക്കറ്റും ഓറിയോയുടെ ക്രീമും സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഞാനിവിടെ ഒരു 20 ഓറിയോ കുക്കീസാണ് എടുത്തിട്ടുള്ളത്. ക്രീമിനെ നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ ബിസ്ക്കറ്റ് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പാലിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് നമുക്ക് നന്നായി അങ്ങ് അടിച്ചെടുത്തുകൊണ്ട് വരാം. അടിച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഇനി നല്ലൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 2 പിഞ്ച് സോഡാപ്പൊടി ചേർക്കണം. അതിൻ്റെ ഷോട്ട് വിട്ടുപോയി. അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതിനെ മൂടി വെച്ച് മാറ്റി വയ്ക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിതിനെ ചുട്ടെടുക്കാം. ചുട്ടെടുക്കുന്നതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ സ്ലോ ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് പരന്നു പോവും. ഇത് കറി കൊണ്ട് പരത്തേണ്ട കാര്യമില്ല. ഇതിൻ്റെ ബബിൾസ് എല്ലാം അങ്ങ് മാറിയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. സൂക്ഷിക്കാനുള്ളൊരു കാര്യം, ഏറ്റവും ചെറിയ തീയിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് മാറ്റാം. ഇതും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കാം. ഏറ്റവും ചെറിയ തീയിൽ നമ്മളിത് വയ്ക്കുമ്പോൾ ഏകദേശം ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ സമയമെടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗം വെന്ത് കിട്ടാൻ. തിരിച്ചിട്ട് കഴിഞ്ഞാൽ 1 മിനിറ്റ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേഗം മാറ്റിയെടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഈ ഓറിയോയുടെ ക്രീമിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രീം ചീസോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അതിനെ രണ്ടിനെയും നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് പഞ്ചസാര ആവശ്യമുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനി ഇതിനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനെ ഞാൻ ആദ്യം ചുട്ടെടുത്ത് വെച്ചിരിക്കുന്ന ഡോറ കേക്കിനെ എടുത്ത് അതിൽ ഒരൽപ്പം ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മറ്റൊരു ഡോറ കേക്കിനെ കൂടി എടുത്ത് വെച്ചതിന് ശേഷം എല്ലാ സൈഡും നന്നായി അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. കഴിയുന്ന പോലെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒട്ടിക്കാം. പൊട്ടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ എല്ലാ ഇതും നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. 20 കുക്കീസിൽ നിന്ന് എനിക്ക് 4 ഡോറ കേക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഓറിയോ വെച്ച് ചെയ്തതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ആ കേക്കിന് മാത്രമല്ല, അതിൻ്റെ അകത്തെ ക്രീമും എല്ലാം കൂടിയായിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങളൊരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.